ഹായ് ഹലോ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത് അടുത്ത ദിവസം ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇപ്പോൾ ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വേഷം കണ്ടോ, ഞാനിന്ന് സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാല ഇടാനായിട്ട് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് മാല അങ്ങനെ ഇടാത്തത്. പിന്നെ തന്നെയല്ല എൻ്റെ കയ്യിൽ മാല കിട്ടിയില്ല. ഞാൻ പിന്നെ അതിനുള്ള സമയം കളഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് എല്ലാം ചെയ്ത് വന്നത്. അത് എപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഫംഗ്ഷൻ ദിവസം മറ്റു കാര്യങ്ങൾ ഞാൻ പൊതുവേ ലേറ്റ് ആവാറുണ്ട്. എന്തോ അതങ്ങനെ ഒരു ശീലമാണ്. എനിക്ക് ലേറ്റായി കമ്മിങ് മാനിയ എന്നുള്ള സംഭവം ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. അതിങ്ങനെ എപ്പോഴും ശീലമാണ്. പിന്നെ ഇതാ സെറ്റ് സാരിയൊക്കെ കൊടുത്തു. ഇതാ മുല്ലപ്പൂവൊക്കെ എനിക്കായിട്ട് ഇവിടെ എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ സ്റ്റൈൽ ചെയ്യണമെന്ന് ഓർത്ത് ഞാൻ ആകെ കൺഫ്യൂഷൻ അടിച്ച് കാണിക്കുന്ന വൺ മാൻ ഷോയുകളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുല്ലപ്പൂവൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക സന്തോഷം, ഒരു ഓണം വൈബൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനുള്ള ഒക്കേഷൻസ് ഒന്നും അങ്ങനെ കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പൊതുവെ സാരി ഉടുക്കാത്തത്. പിന്നെ എനിക്ക് സാരി ഉടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്നോട് തന്നെ പ്രത്യേക ഒരു സ്നേഹമൊക്കെ തോന്നും സാരിയൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന്. ഭയങ്കര പ്രൗഡായിട്ടൊക്കെ ഫീൽ ചെയ്യും. ഞാൻ അല്ലെങ്കിൽ തന്നെ പൊക്കമൊന്നും ഇല്ലാത്ത ആളാണെങ്കിലും പക്ഷേ സാരിയൊക്കെ കൊടുത്ത് നമ്മൾ ഹീലിൻ്റെ ചെരുപ്പൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എവിടെ നിന്നില്ലാത്ത പൊക്കവും അതുപോലെ ഒരു എന്താ പറയുക, നമ്മൾക്ക് എന്തൊക്കെയോ ആണ് എന്നുള്ളൊരു തോന്നലൊക്കെ അങ്ങനെ അങ്ങോട്ട് വന്ന് കിട്ടും. അപ്പോൾ പിന്നെ ഞാനിതാ മുല്ലപ്പൊക്കെ വളർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു പോസിറ്റീവ് വൈബായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഉദ്ഘാടനത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തത് ഞങ്ങളുടെ ചേച്ചിയാണ്. എനിക്കിനകത്ത് യാതൊരുവിധ പങ്കും കാര്യങ്ങളൊന്നുമില്ല. ചേച്ചി എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്തു. അങ്ങനെയൊക്കെ ഉള്ളൊരു സ്റ്റാഫിനെ കിട്ടുകയെന്ന് വെച്ചാൽ അതൊക്കെ ഒരു വലിയ കാര്യമാണ്. ഞങ്ങളുടെ ശ്രീജ ചേച്ചിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത് കേട്ടോ. ഞാനിങ്ങനെ എന്താ പറയുക, പരിപാടി കാണാനായിട്ട് നിൽക്കുന്ന ആളെപ്പോലെ ആയിരുന്നു ചേച്ചി. എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്ത് ചേച്ചിയാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചേച്ചിയോടുള്ള എന്താ പറയുക ഒരു സ്പെഷ്യൽ താങ്ക്സ് ഒക്കെ ഞാൻ ഇതിനകത്ത് പറയുകയാണ്. ഇതാണ് ഞങ്ങളുടെ ടീച്ചേഴ്സ്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും അംഗൻവാടിയിലേക്ക് കയറിയത്. ഈ അംഗൻവാടിയിലല്ല, വേറെ അംഗൻവാടിയിലാണ് കയറിയത്. എന്തായാലും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനെയൊക്കെ കണ്ടതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ വന്നിട്ട് പോയി കേട്ടോ. അപ്പോൾ ഇത്രയും പേര് മാത്രമേ ഇരുന്നുള്ളൂ. പിന്നെ ഇവർക്ക് വേറെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാ വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഭയങ്കര സന്തോഷമായിരുന്നു. അടിപൊളി.